നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ ചെന്നൈയിൻ FC വേഴ്സസ് FC ഗോവ മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ ചെന്നൈയിൻ FCക്ക് തോൽവിയേറ്റു വാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, FC ഗോവനെ പോലുള്ള ഒരു മികച്ച ഒരു ടീമിനെതിരെ ചെന്നൈയിൻ FC കളിക്കുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. എന്തായാലും FC ഗോവ ഇന്നലത്തെ മത്സരത്തിൽ നോക്കൗട്ടിൽ വിജയിച്ച് ഇപ്പോൾ മുംബൈ സിറ്റി FCയോട് അടുത്ത ദിവസം മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും 2-1 എന്ന നിലയിലാണ് മത്സരം അവസാനിച്ചത്. 2 ഗോളുകൾ FC ഗോവ അടിച്ചപ്പോൾ ചെന്നൈയിൻ FCക്ക് 1 ഗോൾ മാത്രമാണ് തിരിച്ചടിക്കാൻ സാധിച്ചത്. എന്തായാലും മികച്ച ഒരു മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയോട് തോൽവിയേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ FC ഗോവയോട് ചെന്നൈയിൻ FCയും തോൽവിയേറ്റ് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച വിദേശ താരങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഫുൾ ടൈം. എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫെഡറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡ്രിയൽ ലൂണനെ ഇറക്കുക തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഡിമിട്രിയോസ് ഡമൻ്റക്കോസ് എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഡിമിട്രിയോസ് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരത്തിൻ്റെ വക മികച്ച ഗോളുകളെല്ലാം നേടിക്കൊടുക്കുന്നതായിരുന്നു. എന്നാൽ ഡിമിട്രിയോസിൻ്റെ പരിക്ക് മൂലം തന്നെയാണ് താരത്തിന് ആ മത്സരത്തിൽ കളിക്കാൻ സാധിക്കാഞ്ഞത്. എന്തായാലും ഡിമിട്രിയോസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും മത്സരം തോറ്റതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. ഈ സീസണിൽ പല താരങ്ങളുടെയും പ്രകടനത്തിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും അവരുടെ വളർച്ചയിൽ എനിക്ക് അഭിമാനമുണ്ടെന്നും പ്രത്യേകിച്ചും ഈ സീസണിൽ ആദ്യമായി കളിക്കുന്ന യുവതാരങ്ങൾ അവർ തിരിച്ചറിയപ്പെടുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇന്ത്യയിലുടനീളവും ഞങ്ങളുടെ ക്ലബിൻ്റെയും ഇന്ത്യൻ ദേശീയ ടീമിൻ്റെയും പ്രധാന കണ്ണികളായി അവർ വളർന്നിരുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോൾ ഇവാൻ ആശാൻ പറഞ്ഞിരിക്കുകയാണ്. മത്സരം തോറ്റെങ്കിലും അഭിമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവാൻ ആശാൻ താരങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇറക്കിയ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.